ഹെയർ ഡ്രയർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? അത് ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് ചൂടെടുത്ത് തലയിലൊക്കെ അടിക്കാറുണ്ട്. ഈ ഹെയർ ഡ്രയറിൽ ഓണും ഓഫും ഉണ്ട്, പിന്നെ ഒരു ടെമ്പറേച്ചർ കൺട്രോളിൻ്റെ ബട്ടണും ഉണ്ട്. ടെമ്പറേച്ചർ കൺട്രോൾ 3 എണ്ണം ഉണ്ട്. ഒന്ന് തണുത്തതിലിടാം, പിന്നെ ഒന്ന് ചെറിയ ചൂട്, പിന്നെ ഒന്ന് നല്ല ചൂട്. അപ്പം ഇത് തണുത്തയിലാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം ആക്കുമ്പോൾ ചെറിയ ചൂട്, പിന്നെ ഒരിക്കൽ ആക്കുമ്പോൾ നല്ല ചൂട് കിട്ടും. ഇത് ഓണും ഓഫും ബട്ടൺ. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ നല്ല സ്പീഡിൽ വന്നോളൂ. അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നല്ലൊരു സെറം യൂസ് ചെയ്ത് മുടി ഒന്ന് കുളിച്ചു കഴിഞ്ഞ ഉടനെ മുടി ഒന്ന് തോർത്തിയിട്ട് സെറം അപ്ലൈ ചെയ്യുക. സെറം അപ്ലൈ ചെയ്യണം എപ്പോഴും മുടിയിലായിരിക്കണം, തലയോട്ടിയിൽ തേക്കേണ്ട കാര്യമില്ല. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെ വെച്ച് തുടങ്ങരുത്, അടുത്ത് വെച്ച് തുടങ്ങരുത്. നമ്മൾ ഒരു കുറച്ച് ദൂരോട്ട് വെച്ച് തന്നെ തുടങ്ങണം. തുടങ്ങിയിട്ട് തീരെ അടുത്ത് കൊണ്ടുവരരുത്, ഇങ്ങനെയും വരരുത്, ഇങ്ങനെയും വരരുത്. എപ്പോഴും നമ്മൾ ഹെയർ എങ്ങനെയാണോ കിടക്കുന്ന ആ പൊസിഷനിലോട്ട് തന്നെ ചെയ്യണം. ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് വെക്കണമെങ്കിൽ മുടി ഒരുപാട് പറന്നിരിക്കും. അതേസമയം മുടിയുടെ അതേ പൊസിഷനിൽ ഇങ്ങനെ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മുടി നല്ല സ്മൂത്തായിട്ട് തന്നെ ഇരിക്കും. കാരണം ക്യൂട്ടിക്കിൾസ് ഒക്കെ ഓപ്പൺ ആയിരിക്കുമ്പോഴാണ് മുടി ഒരുപാട് ഫ്രിസി ആവുന്നത്. നമ്മളിപ്പോൾ കുളിച്ചൊക്കെ ഇറങ്ങി കണ്ടീഷണറൊക്കെ ആയിട്ട് കുളിച്ചിറങ്ങി സെറമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് ഒതുങ്ങും. അതിൻ്റെ കൂടെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത് കോൾഡ് എയർ ആണ്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള, നമ്മുടെ ഈ ബാക്ക് സൈഡ് ഇവിടെ നല്ലോണം ഉണക്കണം. ബാക്കിയൊക്കെ അങ്ങ് ഉണങ്ങിക്കോളും. ബാക്ക് സൈഡ് ഈ ഭാഗം താഴെ നല്ലോണം ഉണക്കണം. കാരണം ഇപ്പം ടെമ്പറേച്ചറൊക്കെ നല്ല തണുപ്പാകുമ്പം അതാണ് നല്ലത്. അപ്പോൾ ആദ്യം കോൾഡിലിട്ട് നമുക്ക് തുടങ്ങാം. ഓണും ഓഫും ബട്ടണിൽ തന്നെ സ്പീഡിൻ്റെ ഒരു ചെറിയ ഈ മിഡിലോട്ട് വരുമ്പോൾ തന്നെ സ്പീഡിൻ്റെ ഒരു ചെറിയ ഇതും കൂടെ ഉണ്ട്. ഇങ്ങനെ ഇത് ചെറുതായിട്ട്, ഇനി ഇത് ചെറുതായിട്ട്. അപ്പം ഇത് വെക്കുമ്പോൾ തന്നെ ഇത് കോൾഡിലാണ് ഇപ്പം ഞാൻ ടെമ്പറേച്ചർ വെച്ചിരിക്കുന്നത്. ഇത് ചെറിയ സ്പീഡ്, ഇത് വലിയ സ്പീഡ്. അപ്പം നമുക്ക് ഇപ്പം ചെറിയ സ്പീഡിലാണ് നമ്മുടെ ആവശ്യമെങ്കിൽ അത് ചെയ്താൽ മതി. ഞാനിപ്പോൾ വലിയ സ്പീഡിലിടുന്നു, പക്ഷേ ഞാൻ തണുത്ത ടെമ്പറേച്ചറിലാണ് ഇടുന്നത്. ഒരു രണ്ട് മിനിറ്റ് തണുത്ത ടെമ്പറേച്ചറിൽ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറിയ ചൂടിലടിക്കണം. ഒരു പ്രാവശ്യം പതുക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ചെറിയ ചൂടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പീഡ് കൂട്ടിയാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം തണുപ്പിലാണ് തുടങ്ങിയത്, ചെറിയ ചൂട്, പിന്നെ നല്ല ചൂട്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ച് ചെറിയ ചൂട്, തണുപ്പിലോട്ട് പോകണം. അപ്പം നമ്മൾ ഈ സ്ട്രെയിറ്റ് ചെയ്ത സാധാരണ സലൂൺസിലൊക്കെ ചെയ്യുമ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല രീതിക്കാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരാദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തണുപ്പ്, ചെറിയ ചൂട്, വലിയ ചൂട്, ഇങ്ങനെ പോയിട്ട് തിരിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്ത് തണുപ്പിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ നമ്മൾ എങ്ങനെയാണോ ചെയ്തിട്ടിരിക്കുന്നത് അത് അതുപോലെ നമുക്ക് മുടി അതുപോലെ നിൽക്കും. അപ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യം തണുപ്പി തുടങ്ങി ചെറിയ ചൂട്, വലിയ ചൂട്, തിരിച്ച് വീണ്ടും റിവേഴ്സ് പോകണം. നമ്മൾ മിക്സിയൊക്കെ ചെയ്യത്തില്ലേ, മിക്സിയിലൊക്കെ നമ്മൾ സാധനം അരയ്ക്കത്തില്ലേ, അതേപോലത്തെയാണ്. കാരണം ഇത് ഒരു മെഷീനല്ലേ. അപ്പോൾ ഇങ്ങനെ തന്നെ പോകണം. അപ്പോഴേ നമ്മുടെ മുടി നല്ല രീതിയിൽ കിടക്കും. നമുക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞും ഒരു സെറം യൂസ് ചെയ്തിട്ടാൽ മുടി നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. അങ്ങനെ ഭയങ്കര റഫ്നെസ് ഒന്നും തോന്നത്തില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്ത് ഇങ്ങനെ ഒരു ഹെയർ ഡ്രയർ വെച്ച് മുടി ഒന്ന് ഉണക്കുകയാണെങ്കിൽ ഉള്ളില്ലാത്ത മുടിക്ക് കുറച്ചൊരു ഉള്ള് തോന്നിക്കും നമുക്ക് നല്ലവണ്ണം. അപ്പം നമുക്ക് ഇച്ചിരി മുടി ഉണ്ടെന്നൊക്കെ തോന്നിക്കും. ഒരുപാട് നമ്മുടെ ഏജുകാർക്ക് മുടിക്ക് ചിലപ്പം ഉള്ള് കാണത്തില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടിക്ക് ഇച്ചിരി ഉള്ള് തോന്നും. അതും ഒരു ടിപ്പാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു.
നമുക്ക് എവിടെയെങ്കിലും പോകണം, അല്ലെങ്കിൽ നമുക്ക് ക്ലൈമറ്റ് കൊള്ളത്തില്ല എങ്കിൽ മുടി ഉണക്കിയിട്ട് വേണം കിടക്കാനായിട്ട്, അല്ലെങ്കിൽ മുടി മുഴുവൻ ചീത്തയായി പോവും. അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മുടി ഒന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലവണ്ണം മുടി ഉള്ളുണ്ടെന്ന് തോന്നും. എനിക്ക് മുടിക്കും അധികം ഉള്ളില്ല, പക്ഷേ ഇപ്പം ഞാനിത് ചെയ്തുകൊണ്ട് നല്ല ഉള്ള് തോന്നുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ, ലവ് യു ആൾ.